ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ രാജാക്കാട് വരെ പോവുകയാണേ. കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കാമെന്ന് ഓർത്തു, പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അപ്പം നമുക്കൊന്ന് പോയിട്ട് വരാമെന്ന് ഓർത്ത് പോയതാണ്. അപ്പോൾ നമ്മളിവിടുന്ന് ദേവികുളം കഴിഞ്ഞ് ഗ്യാപ്പ് റോഡൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അന്തരീക്ഷം ശരിക്കും വ്യത്യസ്തമായിരുന്നേ. മൂന്നാറിൽ നിന്ന് ദേവികുളം ഗ്യാപ്പ് റോഡ് പവർ ഹൗസ് വന്ന് പെരിയകനാലിൽ പൂപ്പാറയിൽ നിന്ന് റൈറ്റ് കട്ട് ചെയ്താട്ടോ രാജാക്കാട് പോകുന്നത്. പിന്നെ ഗ്യാപ്പ് റോഡിൽ നിന്നും നമുക്ക് റൈറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈസംവാലി വഴി പോകാം. പക്ഷേ ഇത് റോഡ് ഇച്ചിരി നല്ല റോഡായതുകൊണ്ട് ഇതിൽ കൂടെ തന്നെ പോകാമെന്ന് ഓർത്തിട്ടാട്ടോ. ആനയിറങ്ങൽ കഴിഞ്ഞ് വരുമ്പോൾ ശരിക്കും വ്യത്യസ്തമാണ് കേട്ടോ. ഇവിടെ ഫുള്ളും ഏലകൃഷിയാണ്. ഏക്കർ കണക്കിന് ഏലകൃഷി കാണാൻ കഴിയുമേ. അതുപോലെ എപ്പോഴും ആന ഉള്ള സ്ഥലമാണ് ഇത്. രാത്രിയൊക്കെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ഇവിടെ സ്ലോ ആയിട്ട് തന്നെ വരിക, എപ്പോഴും ആന കാണുവേ. ശേഷം പൂപ്പാറയിൽ നിന്ന് റൈറ്റ് എടുത്തിട്ടാണ് രാജാക്കാടിലേക്ക് പോകുന്നത്. റോഡ് വ്യത്യസ്തമുണ്ട്. നമ്മൾ വന്ന റോഡ് ഇച്ചിരി വീതി കൂടുതലായിരുന്നു. അപ്പോൾ പൂപ്പാറയ്ക്ക് ഇങ്ങോട്ട് ഇച്ചിരി റോഡ് വ്യത്യസ്തമാണ്. പിന്നെ ഇതാണ് രാജകുമാരി ദേവമാതാ പള്ളി, ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന പള്ളിയാട്ടോ. പിന്നെ പ്രത്യേകിച്ച് പറയാനൊരു കാര്യമുണ്ട്. മൂന്നാറിൽ നിന്ന് പെട്രോൾ പമ്പ് കഴിഞ്ഞാൽ നമുക്ക് പൂപ്പാറ എത്തുമ്പോൾ കേട്ടോ പെട്രോൾ പമ്പ് കാണുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് രാജാക്കാട് റൂട്ടിലേക്ക് വരുവാണെങ്കിൽ രാജകുമാരിയിൽ ഒരു പെട്രോൾ പമ്പ് കാണും. പിന്നെ രാജാക്കാട് എത്തുമ്പോൾ അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഇതാട്ടോ ഇവിടെ ഉള്ളത്. അതല്ലാതെ നമുക്ക് ഇടയ്ക്ക് എവിടെയും പെട്രോൾ പമ്പ് കാണത്തില്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ നഴ്സറി എത്തി. ഇതാട്ടോ രാജാക്കാടിലെ നഴ്സറി. ഇവിടെ ഇച്ചിരി റേറ്റ് കൂടുതലായിട്ടാട്ടോ എനിക്ക് തോന്നിയത്. കാരണം കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ നിന്നാട്ടോ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ നല്ല റേറ്റ് കുറവൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു റോസാ ചെടിക്ക് 100 രൂപയൊക്കെ ആട്ടോ പറയുന്നത്. അപ്പം ഇവിടെ ഇച്ചിരി റേറ്റ് കൂടുതലായിട്ടാണ് എനിക്കിപ്പോൾ തോന്നിയത്. പക്ഷേ എല്ലാവിധ ഫ്രൂട്ട്സും പച്ചക്കറി തൈ എല്ലാം ഇവിടെ കിട്ടുവേ. ആൻഡ് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് ആൻഡ് ഔട്ട്ഡോർ പ്ലാന്റ്സ് ലഭ്യമാണ്. പിന്നെ ചെടിച്ചട്ടികളൊക്കെ കിട്ടും. കുറച്ച് മോസ്റ്റ്ലി നിറയെ ചെടികൾ തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ അത്യാവശ്യം റേറ്റ് കൂടുതലായതുകൊണ്ട് ഞാൻ വീട്ടിലേക്കുള്ള ഒരു 4-5 ചെടികൾ മാത്രം വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ച് എല്ലാം വണ്ടി കയറ്റി. പിന്നെ അടുത്ത് തന്നെ ഒരു പച്ചക്കറി കടയുണ്ടായിരുന്നു. അവിടെ എപ്പോഴും പച്ചക്കറി അവിടെ നിന്നാട്ടോ വാങ്ങിക്കണേ. അപ്പം അവിടെ നിന്ന് കുറച്ച് പച്ചക്കറികളും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചു. പിന്നെ രാജാക്കാടിൽ തന്നെ ഇല എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. നല്ല ടേസ്റ്റി ഫുഡ് കിട്ടും കേട്ടോ. ഈ ഭാഗത്ത് വരുമ്പോൾ നമുക്ക് ഒരു നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ ഇലയിൽ കയറി കഴിച്ചാൽ മതിയേ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തത് ബിരിയാണിയും പിന്നെ അൽഫാമൊക്കെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇന്നൊരു വെറൈറ്റി ആയിട്ട് അമേരിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞൊരു ഡിഷ് ഓർഡർ ചെയ്തിരുന്നത്. ഇതാണ് അമേരിക്കൻ ചോപ്സ് എന്ന് പറഞ്ഞ സാധനം. നല്ല ടേസ്റ്റ് ആയിരുന്നേ. ടേസ്റ്റ് വൈസ് ഓക്കെ ആട്ടോ, നല്ല ടേസ്റ്റൊക്കെയാണ്. അത്യാവശ്യം റേറ്റൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ പ്രദേശത്ത് വരുവാണെങ്കിൽ ഇല റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. ടാറ്റാ, ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ.